ഖവാരിജികളുടെ 3 അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ അവനെ കാഫിർ എന്ന് വിളിക്കും. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ, ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശക് വരികയാണ്, എന്തെങ്കിലും ഒരു കുഴപ്പം വരികയാണ്, ഈ ഖവാരിജികളുടെ സ്വഭാവം എന്താണ്? ഓ പച്ച കാഫിറാന്ന് ഒരു മടി ഉണ്ടാവില്ല. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ കാഫിറുകളാക്കാൻ ഈ ഖവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല, രണ്ടാമത്തെ അവരുടെ അടയാളം മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തുകൾ മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതും. മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തായിരിക്കും, അത് മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. മൂന്നാമത്തെ അവരുടെ അടയാളം, അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. കുറച്ച് കഴിയുന്നതിന് മുന്നേ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും. പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർ തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. ഒരിക്കലും ഒരു ഒരുമ നിലനിർത്താൻ അവർക്ക് കഴിയില്ല. ഈ 3 അടയാളങ്ങൾ പണ്ഡിതന്മാർ ഖവാരിജികളുടെ അടയാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മൗലവി പറഞ്ഞത് കേട്ടല്ലോ. ഒന്ന്, മുസ്ലിങ്ങളെ നിസ്സാര വിഷയങ്ങളുടെ പേരിൽ ചെറിയ തെറ്റുകൾക്ക് പോലും എന്തു ചെയ്യും? കുഫർ ആരോപണം നടത്തും എന്ന്. രണ്ടാമത് പറഞ്ഞത് അവിശ്വാസികളിൽ ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ, ഖുർആനിക വചനങ്ങൾ എടുത്ത് അതെന്ത് ചെയ്യും? ഈ വിശ്വാസികൾ ചാർത്തിയിട്ട് അവരെ കാഫിറാക്കും. പിന്നെ പറഞ്ഞത് ഖുർആനും ഹദീസും പിൻപറ്റുന്നവരാണ്, ഒറിജിനൽ പ്രവാചക ചര്യയിലാണെന്ന് പറയുന്ന ഇവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ പല വിഭാഗങ്ങളായിട്ട് പിരിയും, തെറ്റിപ്പിരിയും, രൂക്ഷമായ രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും എന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഖവാരിജുകളുടെ ഈ ഒരു ശൈലി കേരളത്തിൽ പിൻപറ്റുന്നത് ആരാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവർ എന്തായിരുന്നു പറഞ്ഞിരുന്നത് അത് തന്നെയാണ് സലഫികൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ പോലും മുസ്ലിങ്ങൾ അവരെന്ത് ചെയ്യും? ആ തെറ്റുകളുടെ പേരിൽ കാഫിറാക്കും എന്നാണ് പറയുന്നത്. ഇവര് തെറ്റുകളല്ലാത്ത വിഷയത്തിൽ പോലും, മതപരമായി തെറ്റല്ലാത്ത വിഷയങ്ങൾ ചെയ്യുന്നവരെ പോലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കാഫിറാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കേട്ടു നോക്കൂ. മോഷണം നടന്നു. അപ്പോൾ ആരാണ് മോഷ്ടാവ് എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ഹിപ്നോട്ടിസം ചെയ്തു. തനിച്ച് ശിർക്കാണത്, തനിച്ച ഖുറാഫാത്താണത്. ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണത്. ഷെയ്ത്താനാണ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇവരുടെ ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വിജ്ഞാനങ്ങൾ അത് പഠിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കടുത്ത ശിർക്കാണെന്ന്, അതായത് അള്ളാഹുൽ പങ്കു ചേർക്കലാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്ന ഈ മനഃശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന്. പക്ഷെ ഇദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കാഫിറാവുന്നു അല്ലെങ്കിൽ മുശ്രിക്കാവുന്നു മനസ്സിലായി. 6 മാസം കഴിഞ്ഞു, അതേ സൂക്കേട് കുട്ടിക്ക് വന്നു. കുട്ടിക്ക് ഒട്ടും താമസിച്ചില്ല. ഭാര്യ വിളിച്ചു ഭർത്താവ് ഓട്ടോറിക്ഷ വന്നു. വയറിനെയും കുട്ടി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ആ ഡോക്ടറത്ത് പോയി ഇറങ്ങി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സാബ്, 6 മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു, നിങ്ങളെയാണെന്ന് കാണിച്ചത്, നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത്, പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് നോക്ക് സാർ, ഇപ്പൊ നീ ചെയ്തത് ശിർക്കാണ്. അടുത്ത വീഡിയോ കേട്ട് നോക്കൂ. അത് പ്രകാരം ഏകദേശം കേരളത്തിൽ എല്ലാ മുസ്ലിങ്ങളും എന്തായിരിക്കും? അസുഖങ്ങൾ വന്നിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളും മുശ്രിക്കുകളായിരിക്കും. അതായത് നമ്മുടെയൊക്കെ ലൊക്കാലിറ്റിയിൽ പ്രാദേശികമായിട്ട് നമുക്ക് ധൈര്യമുള്ളൊരു ഡോക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ഡോക്ടർ ചെയ്തുമോ, ഡോക്ടർ പോൾ, അവരുടെ അടുത്ത് പോയാൽ പെട്ടെന്ന് മാറുമെന്ന് പറയും. അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു വട്ടം ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും ആ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാണെന്ന്, അങ്ങനെ ചെയ്താൽ അത് മുശ്രിക്കാ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നാണ് പറയുന്നത്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കാൻ. അടുത്ത മൗലവി അതിലും ഗംഭീര സംഗതിയാണ് പറയുന്നത്. അതായത് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുത്തവരൊക്കെ എന്താവും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിൻ പോലെ മറ്റുള്ള മരുന്നുകൾ അങ്ങനെ തന്നെയല്ലേ? വാക്സിൻ ഒരു മെഡിസിനായി തന്നെയല്ല ഉപയോഗിക്കുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ വാക്സിൻ മാത്രമല്ല, മറ്റുള്ള മരുന്ന് എടുത്താലും മുശ്രിക്കാവില്ല. അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ വെച്ച് തെറ്റുകളല്ലാത്ത വിഷയങ്ങൾ, ഈ 3 കാര്യങ്ങളും തെറ്റുകളല്ലാത്ത വിഷയങ്ങൾ വെച്ച് പോലും എന്ത് ചെയ്യും? അവര് മുഖ്യധാര മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? ഇസ്ലാമിൽ നിന്ന് പുറത്ത് തള്ളിക്കളയും. വാക്സിൻ എടുക്കാത്ത ആരുള്ളത്? പ്രത്യേകിച്ച് നാടിന്റെ പുറത്ത് പോകുന്നവര് എല്ലാവരും വാക്സിൻ എടുക്കേണ്ടി വരും. വാക്സിൻ എടുക്കാത്ത ആരുള്ളത്? വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും എന്താണ്? ഈ
സലഫി ഭാഷയിൽ എന്താണ്? ഇസ്ലാമിന്റെ പുറത്താണ്. ഖവാരിജുകളുടെ മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോകളിൽ കാണാം.